മെയ് 29 ഈസ്റ്ററിൻ്റെ 6-ാം ആഴ്ചയിലെ വ്യാഴാഴ്ച. യോഹന്നാൻ 16 മുതൽ 20 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, കുറച്ച് സമയത്തേക്ക് നിങ്ങൾ എന്നെ കാണുകയില്ല, എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ വീണ്ടും എന്നെ കാണും. കാരണം ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. ശിഷ്യന്മാർ പരസ്പരം ചോദിച്ചു, പിതാവിൻ്റെ അടുക്കൽ പോകുന്നു എന്ന് യേശു പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ എത്ര കാലത്തേക്കാണ് നമ്മളെ വിട്ടുപോകുന്നത്? എത്ര സമയമാണ് ഈ അല്പസമയം? യേശുവിൻ്റെ വാക്കുകൾ കേട്ട് ശിഷ്യന്മാർ ആശയക്കുഴപ്പത്തിലായി. അവർ അസ്വസ്ഥരാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. തന്നോട് ചോദിക്കാൻ അവർ ആഗ്രഹിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. അവൻ അവരോട് പറഞ്ഞു, കുറച്ച് സമയത്തേക്ക് നിങ്ങൾ എന്നെ കാണില്ല, പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. തുടർന്ന് അവൻ കൂട്ടിച്ചേർത്തു, അതെ, നിങ്ങൾ കരയുകയും സങ്കടപ്പെടുകയും ചെയ്യും, പക്ഷേ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, പക്ഷെ പിന്നീട് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ഈ വാക്കുകൾ കേട്ട് ശിഷ്യന്മാർ കൂടുതൽ ആശയക്കുഴപ്പത്തിലായി. അവൻ എന്താണ് പറഞ്ഞത്? അവൻ്റെ വാക്കുകളുടെ അർത്ഥം എന്താണ്? യേശു തൻ്റെ വചനങ്ങളും ഉപദേശങ്ങളും ലോകമെമ്പാടും എത്തിക്കുന്ന സന്ദേശവാഹകരായി തങ്ങളെ നിയമിക്കുകയാണെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ഈ ഘട്ടത്തിൽ യേശു വീണ്ടും അപ്രത്യക്ഷനാകുമെന്ന് അവർ ഭയപ്പെട്ടു. യേശു അവരെ ശക്തിപ്പെടുത്തുകയും ലോക ജനതയുമായി സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും സന്ദേശം പങ്കിടാൻ അവരെ വിളിക്കുകയും ചെയ്തു. വളരെ വ്യത്യസ്തമായ രീതിയിലാണെങ്കിലും താൻ എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകുമെന്ന് യേശു വാഗ്ദാനം ചെയ്തു. ചിലപ്പോൾ യേശുവിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല. നമുക്ക് ആശയക്കുഴപ്പവും ഭയവും തോന്നിയേക്കാം. എന്നിരുന്നാലും നാം യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള അവൻ്റെ പദ്ധതി വെളിപ്പെടും. യേശു നമ്മോടൊപ്പം നടന്ന് നമ്മെ നയിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്നും എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളിലും യേശുവിനെ വിശ്വസിക്കാൻ നമുക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.